ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമ്മുടെ ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് തീർത്ത് 3 പാർട്സ് ആയിട്ട് വീഡിയോ ചാനലിലുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഫുൾ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തുള്ളതുണ്ട്. സോ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ തന്നെ അടുത്തൊരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോണേ. സോ എന്താണ് ഇതിൽ പഠിക്കാനുള്ളത് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ അത് കഴിയുമ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററോടെ കഴിഞ്ഞാൽ പിന്നെ ഇതും കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണോടെ കഴിഞ്ഞാൽ ലിമിറ്റേഷൻസും ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, അങ്ങനെ ഓരോ ചാപ്റ്ററിലും ഇങ്ങനെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ടാവും, ലിമിറ്റേഷൻസ് പഠിക്കാനുണ്ടാവും, ഇമ്പോർട്ടൻസ് പഠിക്കാനുണ്ടാവും, ഗോൾസ് ചില ചാപ്റ്ററിൽ ഉണ്ടാവും. അപ്പൊ ഈ ചാപ്റ്ററിൽ ലിമിറ്റേഷൻസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ഉണ്ട്. നേരത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഉള്ള പോലെ തന്നെ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് സെപ്റ്റംബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. സെപ്റ്റംബർ ഡിസംബർ ഒക്കെ നിങ്ങൾ ഫുൾ ബൈഹാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാം മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് കണ്ട ഓർമ്മ ഉണ്ടാവണം ഇത് അതാണല്ലോ എന്ന്. അങ്ങനെ ഒരു മനസ്സിലാക്കി വെക്കണ പോലെ ഒരു പഠിത്തം അങ്ങനെ പഠിച്ചു വെക്കുക. അല്ലാണ്ട് ഇപ്പൊ പഠിക്കുന്നത് കംപ്ലീറ്റ് ഓർമ്മ ഉണ്ടാവുന്നൊന്നും ഒരിക്കലും വിചാരിക്കണ്ട. ഫ്രം എക്സ്പീരിയൻസ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ ചാപ്റ്റർ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് പഠിക്കാൻ പോണേ. എന്താണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ജനറൽ ഗൈഡ്ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയറിന്റെ ജനറൽ ഗൈഡ്ലൈൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, while deciding about promotion of an employee, one manager may consider seniority, whereas the other may follow the principle of merit. അപ്പൊ ഈ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വെറും ജനറൽ ഗൈഡ് ലൈൻ ആണ്. ഡിസിഷൻ ഉണ്ടാക്കുമ്പോഴും ബിഹേവ് ചെയ്യുമ്പോഴെല്ലാം എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കണ്ടേ എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രിൻസിപ്പിൾ, ഒരു ഗൈഡ് ലൈൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഞാൻ ഇപ്പൊ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ആ ഡിസിഷൻ ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഫോളോ ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ പറഞ്ഞു തരുന്നതാണ് ഈ ഗൈഡ് ലൈൻസ്. ഈ ഗൈഡ് ലൈൻസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ ആകെ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്, ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് സിമ്പിൾ ഡെഫിനിഷൻ. പിന്നെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം while deciding about promotion of an employee, ഒരു മാനേജറിനെ കൺസിഡർ സീനിയോറിറ്റി. ഏറ്റവും സീനിയർ ആയ ആൾക്കായിരിക്കും പ്രൊമോഷൻ കൊടുക്കുന്നത്. വെരീസ് ദ അതർ മേ ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് മെറിറ്റ്. ഏറ്റവും കൂടുതൽ മെറിറ്റ് ഒക്കെ ഉള്ള, ആരെ കൂടുതൽ നന്നായിട്ട് പണിയെടുക്കണേ, ആർക്കാ കൂടുതൽ സ്കിൽസ് ഉള്ളത്, അതൊക്കെ നോക്കിയിട്ടായിരിക്കും വേറെ മാനേജർ കൊടുക്കുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനായിട്ട് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതാണ് എന്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇനി ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. എന്ത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എല്ലായിടത്തും ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് are intended to apply all types of organization, business as well as non-business. എല്ലാ ടൈപ്പ് ഓർഗനൈസേഷൻ, ബിസിനസ് ആയിക്കോട്ടെ, നോൺ ബിസിനസ് ആയിക്കോട്ടെ, സ്മോൾ ആസ് വെൽ ആസ് ലാർജ്, പബ്ലിക് സെക്ടർ ആസ് വെൽ ആസ് പ്രൈവറ്റ് സെക്ടർ, manufacturing as well as service sectors. However, the extent of their applicability would vary with the nature of the organization, business activity. Okay, എന്ത് ഓർഗനൈസേഷൻ ആയാലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ however, the extent of their application would vary with the nature of organization, business activity, scale of operation. ഇത് എന്തോരം നമുക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് വേരി ചെയ്യും. ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ നേച്ചർ, ഇപ്പൊ എന്താ പറയാ, ഒരു ഓർഗനൈസേഷൻ ഫോൺ ബിൽഡ് ചെയ്യാണ്, ഫോൺ കമ്പനിയാണ് അവരുടെ ഓർഗനൈസേഷൻ. പക്ഷെ അവര് ഫോളോ ചെയ്യണ അതേ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതേ ഗൈഡ് ലൈൻസ് അവര് അപ്ലൈ ചെയ്യണ പോലെ തന്നെ ഒരു ഷൂ മേക്കിംഗ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു സർവീസ് പ്രൊവൈഡറിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാ പറയണേ, ഓരോ ആപ്ലിക്കബിലിറ്റി വേരി ചെയ്യും ഓർഗനൈസേഷൻ അനുസരിച്ച്. പക്ഷെ ഈ എല്ലാ പ്രിൻസിപ്പിളും എല്ലാ ഓർഗനൈസേഷനും അപ്ലൈ ചെയ്യാം, പക്ഷെ ആ അപ്ലൈ ചെയ്യുന്നത് സ്കോപ്പ് വേരി ചെയ്യും. അടുത്താണ് ജനറൽ ഗൈഡ് ലൈൻസ്. The principles are guidelines to action but do not provide ready-made straitjacket solution to all managerial problem. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും ഗൈഡ് ലൈൻ മാത്രമാണ്. ഇവരൊരിക്കലും ഡയറക്റ്റ് സൊല്യൂഷൻ തരൂല ഒന്നിനും. ഇപ്പൊ ഒരു പ്രശ്നം വന്നാൽ ഇങ്ങനെ ചെയ്താ ഫുൾ പ്രോബ്ലം മാറുമെന്ന്, അങ്ങനെ ഒരു ഡയറക്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ തരില്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒരു ഗൈഡ് ലൈൻ തരും.
This is so because real business situations are very complex and dynamic and are a result of many factors. ഇതെന്താ ഈ റെഡിമെയ്ഡ് സൊല്യൂഷൻ തരാതെ എന്താ വെച്ചാൽ റിയൽ ബിസിനസ് സിറ്റുവേഷൻ, ശരിക്കുമുള്ള ബിസിനസ് സിറ്റുവേഷൻ എല്ലാം ഭയങ്കര കോംപ്ലക്സ് ആണ് ആൻഡ് ഡൈനാമിക്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ആസ് എ റിസൾട്ട് ഓഫ് മെനി ഫാക്ടേഴ്സ്. ഇപ്പൊ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ബിസിനസ് എൻവയൺമെന്റ്. ബിസിനസ് എൻവയൺമെന്റിൽ നമുക്ക് പഠിക്കാനുണ്ടാവും ഗവൺമെന്റിന്റെ എൻവയൺമെന്റ്, ഗവൺമെന്റ് എങ്ങനെ നമ്മൾ അഫക്ട് ചെയ്യണേ, ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എങ്ങനെ നമ്മൾ അഫക്ട് ചെയ്യണേ. അപ്പൊ ജസ്റ്റ് പറഞ്ഞുള്ളൂ. അപ്പൊ ഓരോ ചേഞ്ചസ് വരുമ്പോഴും എങ്ങനെയൊക്കെയാണ് അഫക്ട് ചെയ്യണമെന്നല്ല ആ ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ അതുപോലെ ഓരോ ചേഞ്ചസ് വരുമ്പോഴും ഓരോരോ പ്രോബ്ലംസ് നമ്മുടെ ബിസിനസ്സിൽ വരും. ആ ഒരു ബിസിനസ്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു ഗൈഡ് ലൈൻ തരുമെന്ന് മാത്രമേ ഉള്ളൂ. However, the importance of principles cannot be underestimated because even a small guideline helps to solve a given problem. പക്ഷെ അതും പറഞ്ഞ് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ചെറിയൊരു ഗൈഡ് ലൈൻ ആയാൽ പോലും അവർക്ക് ചിലപ്പോൾ ഒരു വലിയ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ തന്നേക്കാം. മനസ്സിലായോ? ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ ഗൈഡ് ലൈൻ ആണെങ്കിലും ഒരു വലിയ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് തരും. Formed by practice and experimentation. The principles of management are formed by experience and collective wisdom of managers as well as experimentation. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എങ്ങനെ കണ്ടുപിടിച്ചേ, എങ്ങനെയാ ഫോം ചെയ്തേ? പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. പ്രാക്ടീസ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്താണ് കണ്ടുപിടിച്ചത്. ഈ the principles of management are formed by experience and collective wisdom of managers. മാനേജേഴ്സിന്റെ കളക്റ്റീവ് വിസ്ഡം, അവരുടെ എക്സ്പീരിയൻസും പിന്നെ അതിന്റെ കൂടെ അവർ ഓരോ സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യും. ഇവിടെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഓരോ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത്. ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ഓരോ ട്രൈ ചെയ്ത് നോക്കും. ആ ഒരു ട്രൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടും, ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടൂല. അങ്ങനെ സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യണേ. പ്രാക്ടീസും എക്സ്പെരിമെന്റേഷൻ എല്ലാം ചെയ്താണ് എന്ത് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫോം ചെയ്യുന്നത്. For example, it is a matter of common experience that discipline is indispensable for accomplishing any purpose. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോ എന്ത് ചെയ്യണമെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്. ഇപ്പൊ 12th നിങ്ങൾക്ക് ഫുൾ A1 വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു 95% വാങ്ങിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ, അല്ലെങ്കിൽ ലൈഫ് പോട്ടെ, നിങ്ങൾക്ക് ഒരു ബോഡി ബിൽഡർ ആവണം. ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ബോഡി ബിൽഡർ ആവണം. നിങ്ങൾക്ക് ഈ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരില്ല, നിങ്ങൾക്ക് അതിനോട് ഡിസിപ്ലിൻ വേണ്ടേ. ഇപ്പൊ മാർക്ക് വാങ്ങിക്കാനാണെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് വൈകുന്നേരം കിടക്കണ വരെ ഇരുന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് ഫുൾ A1 ഒക്കെ കിട്ടുള്ളൂ. ഫുൾ A1 ആയിക്കോട്ടെ, 95% ആയിക്കോട്ടെ, ചത്തിരുന്ന് പഠിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കത് ചെയ്ത് മനസ്സിലായതാണ് ഡിസിപ്ലിൻ. കുത്തിരുന്ന് പഠിക്കാണ്ട് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാണ്ട് നമുക്ക് കിട്ടൂല. നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ബോഡി ബിൽഡേഴ്സിന് മനസ്സിലാവുന്നത് കറക്റ്റ് ഫുഡ് ഇൻടേക്കും ഇല്ലാണ്ട് കറക്റ്റ് എക്സസൈസ് ഇല്ലെങ്കിൽ നടക്കൂല. അപ്പൊ ഈ ഡിസിപ്ലിൻ വേണമെന്ന് മനസ്സിലാവുന്നത് എങ്ങനെ? നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ്. അതാ പറയണേ, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും ഓരോ എക്സ്പെരിമെന്റേഷനും ഓരോ എക്സ്പീരിയൻസ്, മാനേജേഴ്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കൂടിയാണ് ഫോം ചെയ്യണത്. അടുത്താണ് ഫ്ലെക്സിബിൾ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒരിക്കലും ഒരു റിജിഡ് പ്രിസ്ക്രിപ്ഷൻ അല്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ആ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആ പ്രിൻസിപ്പിൾ മോഡിഫൈ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഓൾട്ടർ ചെയ്യാം. The principles of management are not rigid prescriptions which have to be followed absolutely. They are flexible and can be modified by the managers when the situation so demands. Situation demand ചെയ്യാനനുസരിച്ച് ഇവർക്ക് ആ ഒരു പ്രിൻസിപ്പിൾ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. They give the managers enough discretion to do so. ഇത് ചെയ്യാനുള്ള ഒരു അതോറിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്താണ് മെയിൻലി ബിഹേവിയർ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എയിംസ് അറ്റ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് നോക്കണേ. Therefore, principles of management are mainly behavior in nature. Moreover, principles enable a better understanding of the relationship between human and material resources in accomplishing organizational purposes. So, നമ്മൾ ആദ്യം പറഞ്ഞ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എയിം അറ്റ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്സിന്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ട്രൈ ചെയ്യേണ്ടത്. Therefore, principles of management, അതുകൊണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മെയിൻലി ബിഹേവിയറൽ ആണ്. Moreover, principles enable a better understanding. ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കും. ആർക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കും? ഏത്? ഹ്യൂമൻ ബീങ്സിന്റെയും മെറ്റീരിയൽ റിസോഴ്സും തമ്മിലുള്ളത്. അടുത്താണ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്ട്
ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറഞ്ഞായിരുന്നു എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന്. കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒരു കാര്യം ചെയ്താൽ ഇവിടെ എന്ത് റിസൾട്ട് വരുമെന്ന് മനസ്സിലാവുന്നതാണ് ഈ കോസ് ആൻഡ് എഫക്റ്റ്. The principles of management are intended to establish relationship between cause and effect so that they can be used in a similar situation in a large number of cases. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി പറയാം. ഈ ഒരു പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് നമുക്ക് നേരത്തെ മനസ്സിലാവും. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് തരും. ഈ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്താൽ എന്തായിരിക്കും ഇതിന്റെ ലൈക്ലി എഫക്ട്, എന്തായിരിക്കും ഇവിടെ ഉണ്ടാവാൻ പോണേ, ഈ ഒരു പ്രിൻസിപ്പിൾ കാരണം എന്തൊക്കെയാ ചേഞ്ച് ഉണ്ടാവാൻ പോണേ, ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. As such, they tell us if a particular principle was applied in a particular situation, what would be its likely effect. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്താൽ ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും എഫക്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. The principles of management are less than perfect since they mainly apply to human behavior. So ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഹ്യൂമൻ ബിഹേവിയറിലാണ് അപ്ലൈ ചെയ്യണേ. അതുകൊണ്ട് ഇവർ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. കാരണം ഓരോ ഹ്യൂമൻ ബീങ്സിനും ഓരോ ബിഹേവിയർ ആണ്. ഹ്യൂമൻ ബീങ്സ് ഭയങ്കര കോംപ്ലക്സ് ആണ്. ചിലപ്പോൾ എന്റെ ബിഹേവിയർ ആയിരിക്കില്ല കാണുന്ന നിങ്ങളുടെ, ചിലപ്പോൾ നിങ്ങളുടെ ബിഹേവിയർ ആയിരിക്കില്ല എന്റെ. മനസ്സിലായ? അപ്പൊ ഓരോരുത്തരുടെയും ബിഹേവിയർ വേറെ ആയിരിക്കാം. അപ്പൊ ഓരോരുത്തരുടെ പ്രാക്ടീസും ഇതെല്ലാം വേറെ ആയിരിക്കും. അങ്ങനെ ദീസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ലെസ് ദാൻ പെർഫെക്റ്റ് സിൻസ് ദേ മെയിൻലി അപ്ലൈ ടു ഹ്യൂമൻ ബിഹേവിയർ. അടുത്താണ് കോണ്ടിജന്റ്. കോണ്ടിജന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. The application of principles of management is contingent or dependent upon the prevailing situation at a particular point of time. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇവിടെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ആ ഒരു സിറ്റുവേഷന് പറ്റിയ ഒരു പ്രിൻസിപ്പിൾ ആണ് ഉണ്ട്, അല്ലാണ്ട് ആ സിറ്റുവേഷന് ഒരു ബന്ധമില്ലാത്ത ഒരു പ്രിൻസിപ്പിൾ അല്ല യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കോണ്ടിജന്റ് ആണ്. The application of principles of management is contingent or depend upon the prevailing situation or at a particular point of time. The application of principles has to be changed as per requirements. ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യണ അനുസരിച്ച് ആ ഒരു ആപ്ലിക്കേഷനും ചേഞ്ച് ചെയ്യണം. അടുത്തത് ഒരു എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് ഡിസേർവ് ഫെയർ ആൻഡ് ജസ്റ്റ് റെമ്യൂണറേഷൻ, ബട്ട് വാട്ട് ഇസ് ജസ്റ്റ് ആൻഡ് ഫെയർ ഇസ് ഡിറ്റർമൈൻഡ് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഇപ്പം എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ളതും ജസ്റ്റ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ, സാലറി അവർക്ക് കിട്ടണം. പക്ഷെ അതും പറഞ്ഞ് ഒരു മന്ത്ലി 1 lakh ഏൺ ചെയ്യണ ഒരു കമ്പനിക്ക് ഒരു 80,000 സാലറി കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ വാട്ട് ഇസ് ഫെയർ? ഇവിടെ എന്താ ജസ്റ്റ് ആൻഡ് ഫെയർ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബൈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ദേ ഇൻക്ലൂഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയീസ്, പേയിങ് കപ്പാസിറ്റി. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റണം എന്നാണ്. മനസ്സിലായോ? ഈ ഒരു പ്രിൻസിപ്പിൾ എന്താ? കോണ്ടിജന്റ്. സിറ്റുവേഷൻ അനുസരിച്ച് ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ എന്തെങ്കിലും എന്താ? സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കണം എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറീസ്. ഒരിക്കലും ഇപ്പൊ ലോസിൽ പോണ ഒരു കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടെന്ന് അതുപോട്ടെ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനിക്ക് 1 lakh ആണ് ഏർണിങ്സ്, അതിലാണ് 90,000 എംപ്ലോയീസിന് കൊടുത്താൽ പിന്നെ കാര്യമില്ലല്ലോ. അതാണ് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു എംപ്ലോയീസിന്റെ സാലറി റെഡ്യൂസ് ചെയ്ത് ഒരു 50,000 അങ്ങനെ ആ ഒരു കമ്പനിയുടെ പേയിങ് കപ്പാസിറ്റി, ആ ഒരു കമ്പനിക്ക് എന്തോരം പേ ചെയ്യാൻ പറ്റും, എന്തോരം അതിന്റെ കപ്പാസിറ്റി ഉണ്ടെന്നെല്ലാം മനസ്സിലാക്കി ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അതാണ് കോണ്ടിജന്റ്. ഭയങ്കര ഈസി അല്ലേ, സിമ്പിൾ അല്ലേ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആദ്യം പഠിച്ചത് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. എവിടെ അപ്ലൈ ചെയ്യുക, ഏത് ഓർഗനൈസേഷൻ ആയാലും. ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ ഇതൊരിക്കലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു നമുക്ക് സൊല്യൂഷൻ തരില്ല, പക്ഷെ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഡീൽ ചെയ്യാവുന്ന ഒരു ഗൈഡ് ലൈൻ തരും. അടുത്ത ഫോം ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. ഒരിക്കലും എവിടെ നിന്നും എടുത്തങ്ങ് അപ്ലൈ ചെയ്യുന്നതല്ല, നമ്മ സ്വന്തം പ്രാക്ടീസും എക്സ്പെരിമെന്റും ഒക്കെ ചെയ്തുണ്ടാക്കിയ പ്രിൻസിപ്പിൾസ് ആണ്. ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത്, ഓരോ കാര്യങ്ങൾ സിറ്റുവേഷൻ നോക്കി അപ്ലൈ ചെയ്തതൊക്കെ അതിന്റെയൊക്കെ റിസൾട്ട് അനുസരിച്ചാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യുന്നത്. പിന്നെ ഫ്ലെക്സിബിൾ. ഇതൊരിക്കലും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല, പ്രിൻസിപ്പിൾ തന്നേക്കുന്ന പോലെ തന്നെ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യണനുസരിച്ചാണ് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്. അത് മാനേജേഴ്സിന് മോഡിഫൈയും ചെയ്യാം, ഓൾട്ടറും ചെയ്യാം. അടുത്ത മെയിൻലി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മെയിൻലി ആൾക്കാരുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് മെയിൻലി ബിഹേവിയറിലാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഈ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ലൈക്ലി എഫക്ട് എന്ന് നമുക്ക് നേരത്തെ മനസ്സിലാവും. അങ്ങനെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഒരു ഒരു കാണാൻ ഫ്യൂച്ചർ കാണാൻ ഒരു ഓപ്ഷൻ തരും. കോണ്ടിജന്റ് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യണം.
അടുത്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പോർട്ടൻസ് എന്താ? അപ്പൊ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി. മാനേജേഴ്സിന് റിയാലിറ്റിയിലേക്ക് ഒരു കറക്റ്റ് ഇൻസൈറ്റ് കൊടുക്കും. റെക്കോർഡ് ആവണുണ്ടോ ഇല്ലയോ? യെസ് റെക്കോർഡ് ആവുന്നുണ്ട്. മാനേജേഴ്സിന് റിയാലിറ്റിയിലേക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇൻസൈറ്റ് ആരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഗ്രാഫ് ഒക്കെ കാണിക്കും. അപ്പൊ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിന്റെ എന്താ പെർഫോമൻസ് അറിയാൻ പറ്റും. അതാണ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് അറിയാൻ പറ്റും. The principles of management provide the managers with useful insight into real world situation. റിയൽ വേൾഡ് സിറ്റുവേഷനിലേക്ക് ഒരു ഇൻസൈറ്റ് കൊടുക്കും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഈ ഒരു പ്രിൻസിപ്പിൾ അറിയുന്നത് അവർക്ക് ആഡ് ടു ദെയർ നോളജ്, അവരുടെ നോളജിലേക്ക് ആഡ് ചെയ്യും എബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാനേജർ. ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ പെട്ടെന്ന് അവർക്കത് മനസ്സിലാവും. അത് എന്താ, അവർക്ക് ഒന്ന് അവരുടെ നോളജിലേക്ക് ആഡ് ചെയ്യും. രണ്ട്, അവരുടെ എബിലിറ്റി കൂട്ടും. പിന്നെ എന്താ, അവർക്കൊരു സിറ്റുവേഷൻ വന്നാൽ മനസ്സിലാവും ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. It will also enable managers to learn from past mistake and conserve time by solving recurring problems quickly. അപ്പൊ ഈ ഒരു it will also enable managers to learn. നേരത്തെ ഉണ്ടായ പാസ്റ്റ് മിസ്റ്റേക്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇനി എന്റെ ഫ്യൂച്ചറിൽ അത് റിപ്പീറ്റ് ചെയ്യാണ്ട് ആ ഒരു സെയിം പ്രോബ്ലം വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ എന്താ മീറ്റ് ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് മനസ്സിലാവും. As such, management principles increase managerial efficiency. അതുകൊണ്ട് എന്താ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാനേജറിയൽ എഫിഷ്യൻസി കൂട്ടും. ഇപ്പൊ ഒരു പ്രോബ്ലം വന്നു, ആ ഒരു പ്രോബ്ലം നമ്മൾ ആദ്യം ചെയ്തു നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവൂല. പക്ഷെ അത് തന്നെ കുറച്ചു നേരം ചെയ്തു നോക്കുമ്പോൾ അത് ശരിയാവും. ആ ഒരു ശരിയാവുന്നത് ആ ഒരു കാര്യം നമുക്ക് ഇതിലൊരു പ്രിൻസിപ്പിൾ ആയിരിക്കും, ഏതൊരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തപ്പോഴായിരിക്കും അത് ശരിയായത്. പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം പിന്നെ വരികയാണെങ്കിൽ അതേ പ്രിൻസിപ്പിൾ യൂസ് ചെയ്താൽ മാറും. അതുകൊണ്ട് എന്താ, മാനേജറിയൽ എഫിഷ്യൻസി കൂടും. അതാണ് സിമ്പിൾ അല്ലേ. അടുത്താണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്താണ്? ഈ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ പല സ്ഥലത്തും കാണും ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം സാധനങ്ങൾ, മിനിമം റിസോഴ്സസ് യൂസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് എടുക്കണേനെയാണ് എന്ത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്താ, റിസോഴ്സസ് ബോത്ത് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ അവൈലബിൾ വിത്ത് ദ കമ്പനി ആർ ലിമിറ്റഡ്. ഈ കമ്പനീസിന് അവൈലബിൾ ആയ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ആയിക്കോട്ടെ അതോ മെറ്റീരിയൽ ആയിക്കോട്ടെ, രണ്ടും ലിമിറ്റഡ് ആണ്. ദേ ഹാവ് ടു ബി പുട്ട് ടു ഒപ്റ്റിമം യൂസ്. By optimum use, we mean that resources should be put to use in such a manner that they should be give maximum benefit with minimum cost. So, നമുക്ക് റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആണ്. മാൻ ആയാലും ഹ്യൂമൻ ബീങ്സ് ആയാലും എന്താ മണി ആയാലും മെറ്റീരിയൽ റിസോഴ്സസ് ആയാലും ലിമിറ്റഡ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണ്ടേ, എന്ത് മാനറിലാണ് യൂസ് ചെയ്യണ്ടേ? മിനിമം കോസ്റ്റ് മാക്സിമം ഔട്ട്പുട്ട് അല്ലെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. Principles equip the managers to foresee the cause and effect relationship of their decisions and actions. As such, the wastage associated with the trial and error approach can be overcome. So, ഈ പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിന് കാണാൻ എന്തായിരിക്കും നടക്കാൻ പോണേ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കാണിക്കും. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പിൾ ഇട്ടാൽ എന്താ നടക്കാൻ പോണെന്ന് അങ്ങനെ കാണുമ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെ അറിയാവുന്നതുകൊണ്ട് എന്താ മാനേജേഴ്സ് കറക്റ്റ് ആയിട്ട് ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താ, അധികം റിസോഴ്സ് പോകൂല, ആവശ്യമുള്ള റിസോഴ്സസ് മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ. ഇപ്പൊ പ്രിൻസിപ്പിൾ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഫാക്ടറി സിസ്റ്റത്തില് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ഫാക്ടറി സിസ്റ്റത്തില് മാനേജേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റൂൾ ഓഫ് തമ്പ് എന്നാണ്. ജസ്റ്റ് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കണം, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ അപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മീറ്റ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ആ ടൈമിൽ ഓരോന്ന് അപ്ലൈ ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്ത് ചിലപ്പോൾ അവിടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം എന്താ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് മീറ്റ് ചെയ്യും. അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തോരോ റിസോഴ്സസ് പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരു പ്രോബ്ലം വന്ന് അവിടെ മീറ്റ് ചെയ്യാനായിട്ട് ഹ്യൂമൻ റിസോഴ്സസും വേണം, മെറ്റീരിയൽ റിസോഴ്സസും വേണം. ഇത് നമുക്കൊരു ഐഡിയ ഇല്ല, എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് കുറെ റിസോഴ്സ് ഇങ്ങനെ വേസ്റ്റ് ചെയ്തു പോകും. പക്ഷെ നമുക്ക് പ്രിൻസിപ്പിൾസ് ഉള്ളതുകൊണ്ട് എന്താ നടക്കാൻ പോണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മിനിമം റിസോഴ്സസ് ആണ് യൂസ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് അറിയാം ഇത് യൂസ് ചെയ്താൽ എന്ത് പറ്റും. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാം ഇത് യൂസ് ചെയ്താൽ സോൾവ് ആകുമെന്ന്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുമ്പോൾ മിനിമം കോസ്റ്റില് നമുക്ക് എന്താ മാക്സിമം ബെനിഫിറ്റ് കിട്ടും. സിമ്പിൾ അല്ലേ, ഭയങ്കര ഈസി അല്ലേ. അതാണ്. അടുത്താണ് സയന്റിഫിക് ഡിസിഷൻസ്.
Decisions must be based on facts, thoughtful and justifiable in terms of intended purpose. Decisions എടുക്കുന്നതെല്ലാം must be based on facts, thoughtful and justifiable in terms of intended purpose. They must be timely, realistic and subject to measurement and evaluation. Management principles help in thoughtful decision making. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എപ്പോഴും ഡിസിഷൻ എടുക്കുമ്പോൾ സയന്റിഫിക് ആയിരിക്കണം. സയന്റിഫിക് എന്ന് പറയുമ്പോൾ തോട്ട്ഫുൾ ആയിരിക്കണം, ജസ്റ്റിഫയബിൾ, എന്തുകൊണ്ടാണ് യൂസ് ചെയ്തതെന്ന് പറയാൻ പറ്റണം, ജസ്റ്റിഫയബിൾ ആയിരിക്കണം. പിന്നെന്താ ടൈംലി, റിയലിസ്റ്റിക്, ടൈംലി ഓരോ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യണം, ടൈം അനുസരിച്ച് അപ്ലൈ ചെയ്യണം, റിയലിസ്റ്റിക് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ആയിരിക്കണം ഡിസിഷൻസ് എടുക്കുന്നത്. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്താ ഹെൽപ്പ് ഇൻ തോട്ട്ഫുൾ ഡിസിഷൻ മേക്കിംഗ്. ഈ ഒരു പ്രിൻസിപ്പിൾസ് തോട്ട്ഫുൾ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. They emphasize logic rather than blind faith. അവര് ബ്ലൈൻഡ് ഫെയ്ത്ത് അല്ല, പക്ഷെ ലോജിക്ക് യൂസ് ചെയ്താണ് ഓരോ ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മാനേജ്മെന്റ് ഡിസിഷൻസ് ടേക്കൺ ഓൺ ദ ബേസ് ഓഫ് പ്രിൻസിപ്പിൾസ് ആർ ഫ്രീ ഫ്രം ബയസ് ആൻഡ് പ്രിജുഡൈസസ്. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തെടുക്കുന്ന ഡിസിഷൻസ് എല്ലാം ഫ്രീ ഫ്രം ബയസ്. ബയസ് എന്ന് വെച്ചാൽ എന്താ? ബയസ് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതൊരു സൈഡ് പിടിക്കണം. കാരണം അവൻ എന്റെ ഫ്രണ്ടാണ്, അപ്പൊ ഞാൻ അവന്റെ സൈഡിലാണ് നിൽക്കണേ. അതൊരു ബയസാണ്. ഇപ്പൊ എന്നോടൊരു ഒപ്പീനിയൻ ചോദിക്കണം, പക്ഷെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഇപ്പുറത്തുള്ള ആളെ ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ ഇവനെ ഇഷ്ടമാണ്. ഇവൻ എന്റെ കമ്പനിക്കാരനാണ്. ഇവൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ആ ഒരു കേസിൽ എന്നോടൊരു ഒപ്പീനിയൻ ചോദിച്ചാൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുള്ളൂ. അതിനാണ് ബയസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്താണ് ഡിസിഷൻ എടുക്കണമെങ്കിൽ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും. ലൈക്ക് ബയസ്ഡ് ആയിരിക്കില്ല. രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യൂല. കറക്റ്റ് ഇവിടെ എന്താ ഒപ്പീനിയൻ കൊടുക്കണ്ടേ ആ ഒരു ഒപ്പീനിയൻ, ഇവിടെ എന്താ ഡിസിഷൻ എടുക്കണ്ടേ ആ ഒരു ഡിസിഷൻ ആണ് യൂസ് ചെയ്യുള്ളൂ. എന്ത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ. അതാണ് ഇവിടെ പറയണേ, മാനേജ്മെന്റ് ഡിസിഷൻസ് ടേക്കൺ ഓൺ ദ ബേസ് ഓഫ് പ്രിൻസിപ്പിൾസ് ആർ ഫ്രീ ഫ്രം ബയസ് ആൻഡ് പ്രിജുഡൈസ്. സിമ്പിൾ അല്ലേ? അടുത്തത് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയറൺമെന്റ് റിക്വയർമെന്റ്സ്. Although the principles are in the nature of general guidelines, they are modified and as such help manage to meet changing requirements of environment. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ഈ ഒരു ഗൈഡ് ലൈൻസ് ഓരോ സിറ്റുവേഷൻസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ചേഞ്ച് ചെയ്യണ എൻവയൺമെന്റ് ആയിട്ട് മീറ്റ് ചെയ്യാൻ ഈസിയാണ്. മീറ്റിംഗ് ചേഞ്ചിങ് എൻവയൺമെന്റ്. Although the principles are in the nature of general guidelines, but they are modified and as such help managers to meet changing requirements and environment. എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യാനനുസരിച്ച് ആ ചേഞ്ച് ചെയ്യുന്ന റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്താണ് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പിന്നെ മാനേജ്മെന്റ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ, അതൊക്കെ നമുക്ക് നോക്കാം. ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. The increased awareness of public forces business, especially limited companies, to fulfill their social responsibilities. പബ്ലിക്കിന്റെ ഇൻക്രീസ്ഡ് അവയർനെസ്, ജസ്റ്റ് ഒന്ന് കേട്ടോ, പബ്ലിക്കിന്റെ ഇൻക്രീസ്ഡ് അവയർനെസ് കാരണം എന്താ, ഈ ബിസിനസ്സിനെല്ലാം അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് തിയറി ആൻഡ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഹാസ് ഓൾസോ ഇവോൾവ് ഇൻ റെസ്പോൺസ് ടു ദീസ് ഡിമാൻഡ്സ്. മാനേജ്മെന്റ് തിയറീസ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആയിക്കോട്ടെ, അവരും എന്താ ഓരോ കമ്പനികൾ അല്ലെങ്കിൽ ഓരോ എന്റർപ്രൈസിനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ തന്നെയാണ് ഫോഴ്സ് ചെയ്യുന്നത്. Moreover, the interpretation of the principles also assume newer and contemporary meaning with change in time. Okay, ഇവിടെ എന്താ പറയണെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് അവയർനെസ് ഓഫ് പബ്ലിക്കിന് ഇൻക്രീസ് ആയിട്ട് അവയർനെസ് ഉണ്ട്. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാതെ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പൊ ഓൺലൈനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതൊക്കെ പോട്ടെ. അപ്പൊ ഈ ഒരു അറിവ് കാരണം ഇപ്പൊ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് അവർ നടത്തിയാൽ നമുക്ക് അതിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ നമുക്ക് അതിന്റെ റിഡ്രസ്സിൽ സീക്ക് ചെയ്യാം. മനസ്സിലായോ? അതുകൊണ്ട് എന്താ കമ്പനീസിന് അവരുടെ ഓരോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഫുൾഫിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്താ കമ്പനീസിനെ അല്ലെങ്കിൽ എന്റർപ്രൈസസിനെ ഫോഴ്സ് ചെയ്യാണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ തന്നെയാണ് ഫോഴ്സ് ചെയ്യുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ, സിമ്പിൾ. Management training, education and research. Principles of management are at the core of management theory. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റ് തിയറിയുടെ ഏറ്റവും ബേസ്. ആസ് സച്ച് ദീസ് ആർ യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ മാനേജ്മെന്റ് ട്രെയിനിങ്. അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് യൂസ് ചെയ്യണത് എന്തിനു വേണ്ടി? ഫോർ മാനേജ്മെന്റ് ട്രെയിനിങ്, മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. These principles enable refinement of management practices as well as by facilitating the development of new management techniques. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾസ് എന്താ മാനേജ്മെന്റ് പ്രാക്ടീസസ് റിഫൈൻ ചെയ്യുന്നു ആസ് വെൽ ബൈ ഫെസിലിറ്റേറ്റിംഗ് ദ ഡെവലപ്മെന്റ്. അതിന്റെ കൂടെ തന്നെ എന്താ പുതിയ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്.
ഓക്കെ, നമ്മളിപ്പോ ഇമ്പോർട്ടൻസ് പഠിച്ച്, ഫീച്ചേഴ്സ് പഠിച്ച്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താന്ന് പഠിച്ച്, ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോണത്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ടൈലേഴ്സ് പ്രിൻസിപ്പിൾസും ഫയോൾസിന്റെ പ്രിൻസിപ്പിൾസാണ്. അതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ ഇനി ആ ഏരിയയിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോണത്. ഇത്രയും നേരം ഉള്ള ചാപ്റ്റർ, ഇത്രയും നേരം പഠിച്ച ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, ഭയങ്കര ഈസി അല്ലേ മനസ്സിലാക്കാൻ. ലൈക്ക് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് ലൈക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ വരാനൊക്കെ കുറച്ച് ടൈം എടുക്കും. കാരണം ലൈക്ക് മിനിമം 2 പ്രാവശ്യമെങ്കിലും ആ ചാപ്റ്റർ 2 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡറിൽ മാറിപ്പോകേണ്ടത് കിട്ടുള്ളൂ. അത് നോർമലാണ്. ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നോക്കുക, രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇപ്പൊ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര ഈസിയാണ്, ജസ്റ്റ് ഒന്ന് ഒരാഴ്ച മനസ്സിലാക്കിയാൽ മതി, എപ്പോഴും പറയണ പോലെ. അപ്പൊ ഈ ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റിൽ ഇതിൽ ഫസ്റ്റ് പാർട്ട്, അടുത്താണ് ടൈലേഴ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് വരുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ് ഇതിൽ ഒന്നുമില്ല. ലൈക്ക് ഒന്നുമില്ല എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇതെന്ന് ഞാൻ ഇതുവരെയായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഈ ഒരു പാർട്ടിൽ നിന്ന് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പക്ഷെ പഠിക്കരുതെന്ന് പറയാനൊന്നും പറ്റൂല, കാരണം എവിടെ നിന്ന് വേണേലും വരും. അപ്പൊ ഞാനൊക്കെ ഒന്ന് റീഡ് ചെയ്ത് വെച്ചാൽ കുറെ ടൈം ഉണ്ടായതുകൊണ്ട് ഫുൾ പഠിച്ചാർന്ന്. അപ്പം ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയേ. ഇതൊരു ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ എന്നാണ് പുള്ളിയുടെ പേര്. Was an American mechanical engineer who sought to improve the industrial efficiency. Industrial efficiency improve ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. In 1874, he became an apprentice mechanist, learning factory conditions at the grassroots level. 1874 he became an apprentice mechanic ആയി. പിന്നെ എന്താ ലേണിംഗ് ഫാക്ടറി കണ്ടീഷൻസ് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ, ഏറ്റവും ലോവസ്റ്റ് ലെവല് ഫാക്ടറി കണ്ടീഷൻസ് എല്ലാം പഠിക്കുകയായിരുന്നു. ഹി ഏൺഡ് എ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഹി വാസ് വൺ ഓഫ് ദ ഇന്റലക്ച്വൽ ലീഡേഴ്സ് ഓഫ് ദ എഫിഷ്യൻസി മൂവ്മെന്റ് ആൻഡ് വാസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഇൻ റീഷേപ്പിംഗ് ദ ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഹി വാസ് വൺ ഓഫ് ദ ഇന്റലക്ച്വൽ, ഭയങ്കര ഒരു ലീഡർ ആയിരുന്നു എന്തില്, എഫിഷ്യൻസി മൂവ്മെന്റ്, ആൻഡ് വാസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഇൻ റീഷേപ്പിംഗ് ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ. റീഷേപ്പ് ചെയ്യണതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് റോളാണ് ആര് പ്ലേ ചെയ്തത്, ടൈലർ പ്ലേ ചെയ്തത്. You must appreciate that he belonged to the era of industrial revolution characterized by mass production. ഇതിലൊക്കെ എന്താണല്ലോ ഉള്ളത്, പക്ഷെ പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല, എവിടെ നിന്നാണെങ്കിലും വരും. ചിലപ്പോൾ MCQ എന്തെങ്കിലുമൊക്കെ വരും, പറയാൻ പറ്റില്ല ഒന്നും. ഇനി ടൈലർ തോട്ട് ദാറ്റ്, ഇത് നമുക്ക് ഇനിയും പഠിക്കാനുള്ള, ഇനിയുള്ള പ്രിൻസിപ്പിളിലും എല്ലാം ഉള്ളതാണ്. ടൈലർ തോട്ട് ദാറ്റ് ബൈ സയന്റിഫിക്കലി അനലൈസിംഗ് ദ വർക്ക് ഇറ്റ് വുഡ് ബി പോസിബിൾ ടു ഫൈൻഡ് വൺ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. He is most remembered for his time and motion studies. So ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു പോയിന്റ് മിക്ക ടൈലറുടെ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. ടൈലറുടെ പ്രിൻസിപ്പിളിൽ ചോദിച്ച ഈ ഒരു കാര്യം എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതാനുള്ളതാ. ടൈലർ തോട്ട് ദാറ്റ് ബൈ സയന്റിഫിക്കലി അനലൈസിംഗ് എ വർക്ക്, ഒരു വർക്ക് സയന്റിഫിക്കലി അനലൈസ് ചെയ്ത വൺ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്, ആ ഒരു വർക്ക് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് വേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ he is most remembered for his motion and time studies. അപ്പൊ പുള്ളിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്തിനു വേണ്ടിയാണ്, പുള്ളി ഏറ്റവും ഫേമസ് ഹിസ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്. ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി എന്താണെന്ന് പറഞ്ഞുതരാം. ഇനി he also wanted that workers should cooperate with the manager. ഇതും നമുക്ക് ഇനി വരുന്ന ഒരു പ്രിൻസിപ്പിൾ ഉള്ളതാണ്, ഇപ്പൊ തന്നെ പഠിച്ചു. He also wanted that workers should cooperate with the management and thus there would be no need of trade unions. Workers എപ്പോഴും മാനേജ്മെന്റ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്യണം. ആ ഒരു കേസിൽ ട്രേഡ് യൂണിയൻസ് വരെയും വേണ്ട. കാരണം എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായാലല്ലേ ഈ ട്രേഡ് യൂണിയൻസ് ഒക്കെ വേണ്ടി വരുള്ളൂ, അവരുടെ വോയിസ് റേസ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പം വർക്കേഴ്സ് കോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനൊന്നും പ്രശ്നം വരില്ല. He is known for the coinage of term scientific management. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ആരാ? ടൈലർ. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ആണ് ആര്? സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ. He is known for the coinage of the term scientific management in his article The Principles of Scientific Management published in 1911. ഓക്കെ, അത്രയാണ്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞ ഈ ഒരു 3 പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചു. കാരണം അത് ഇനിയും വരുന്നുണ്ട്, ഇനി എല്ലാ പ്രിൻസിപ്പിളിലും വരുന്നുണ്ട്. ഇപ്പൊ പഠിച്ചില്ലെങ്കിലും ആ ഒരു പ്രിൻസിപ്പിളിൽ നിങ്ങൾ എന്തായാലും പഠിക്കും. ഭയങ്കര സിമ്പിൾ സംഭവം. ഇനിയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഭയങ്കര സിമ്പിൾ. ആദ്യം പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. In the earlier days of Industrial Revolution,
In the absence of an established theory of factory organization, factory owners or managers relied on personal judgment in attending to the problems. This is known as rule of thumb. അപ്പോൾ earlier days of industrial revolution എന്ന് വെച്ചാൽ ഫാക്ടറി മാനേജേഴ്സ് ഫാക്ടറിയിൽ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ അവരെ ചെയ്യണമൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രോബ്ലം വന്നാൽ ഈ ഫാക്ടറി മാനേജേഴ്സ് എന്താ ചെയ്തിട്ടുള്ളത്, അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി അവരുടെ ഒരു ജഡ്ജ്മെന്റ് യൂസ് ചെയ്താണ് ഈ ഓരോരോ പ്രോബ്ലംസ് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയണേ, റൂൾ ഓഫ് തമ്പ്. റൂൾ ഓഫ് തമ്പ് എന്താ, ഫാക്ടറി മാനേജേഴ്സ് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ പേഴ്സണൽ ജഡ്ജ്മെന്റ് യൂസ് ചെയ്ത് പ്രോബ്ലംസ് മീറ്റ് ചെയ്യണേനെയാണ് എന്ത് പറയണേ, റൂൾ ഓഫ് തമ്പ്. മനസ്സിലായല്ലോ, അതങ്ങനെ തന്നെ വെച്ചോ. ഇനി റൂൾ ഓഫ് തമ്പ്. റൂൾ ഓഫ് തമ്പ് ഹെൽപ്പ് മാനേജേഴ്സ് ടു. അപ്പൊ ഈ മാനേജേഴ്സിന്റെ റൂൾ ഓഫ് തമ്പ് കാരണം പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായി, ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു. ലിമിറ്റേഷൻസ് ഓഫ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പൊ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മ ഏതൊരു പോയിന്റ് പഠിച്ചായിരുന്നു, എന്ത് പോയിന്റ് ആയിരുന്നു, എഫിഷ്യൻസി എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു ഈ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാനേജേഴ്സിന് ഫോഴ്സ് ചെയ്യാൻ എന്താ നടക്കാൻ പോണെന്ന് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ റൂൾ ഓഫ് തമ്പ് കാരണം അവർ പേഴ്സണൽ ജഡ്ജ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. പേഴ്സണൽ ജഡ്ജ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ അവർ യൂസ് ചെയ്ത് നോക്കും, കാരണം പ്രോബ്ലംസ് സോൾവ് ചെയ്യണമല്ല. അപ്പൊ പല കാര്യങ്ങൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ കുറെ റിസോഴ്സസ് വേസ്റ്റ് ആവും. ഇതാണ് നമ്മൾ ആ ഒരു പോയിന്റിലും പറഞ്ഞത്. അപ്പൊ ഇവിടെ ചെയ്ത് നോക്കിയേ, റൂൾ ഓഫ് തമ്പ് ഹെൽപ്പ് മാനേജേഴ്സിനെ പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കണം. ആ ട്രൈ ചെയ്യുമ്പോ അത് വർക്ക് ആവണമെന്നില്ല, അവിടെ എന്തെങ്കിലും എറർ വരും. അപ്പൊ അടുത്ത മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് നടന്നത്. അപ്പൊ കുറെ റിസോഴ്സസ് ഒക്കെ വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരുന്നു. Okay. As a result, Taylor emerged as a father of scientific management, I suppose. അപ്പൊ ഇതുകൊണ്ടാണ് ടൈലർ സയന്റിഫിക് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഒപ്പോസ് ആർന്ന് റൂൾ ഓഫ് തമ്പിന്. റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, മാനേജർ സ്വന്തം ഐഡിയാസ് യൂസ് ചെയ്യണം, സ്വന്തം ജഡ്ജ്മെന്റ് യൂസ് ചെയ്യണം. ഇത് ടൈലറിന് ഇഷ്ടമായില്ല. ടൈലർ ഇതിനെ അഗെയിൻസ്റ്റ് ടൈലർ ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടാണ് സയന്റിഫിക് മാനേജ്മെന്റ് കൊണ്ടുവന്നത്. സയന്റിഫിക് മാനേജ്മെന്റിൽ എന്താ നടക്കണേ, സയന്റിഫിക് അനാലിസിസ് ഓഫ് എ വർക്ക് ചെയ്താൽ വൺ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. സയന്റിഫിക്കലി അനലൈസ് ചെയ്ത ഒരു വർക്ക് വൺ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു വൺ ബെസ്റ്റ് വേ കിട്ടും. അതാണ് ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Taylor thought that by scientifically analyzing a work, അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്, സിമ്പിൾ, എന്ത് ഈസിയാ ടൈലറിന്റെ ഇതില് നമുക്ക് ആ ഒരു കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ തീർന്ന്. He broke human activities into small parts and found out how it could be done effectively. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എല്ലാം സ്മോൾ പാർട്സ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയൊക്കെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാന്നെല്ലാം പഠിച്ച്. Scientific management implies conducting business according to standardized tools, methods and ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, implies conducting business activities കണ്ടക്ട് ചെയ്യണം ബൈ യൂസിങ് സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾ. ആ ഒരു ജോബ്, ആ ഒരു വർക്ക് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, ആ ഒരു ടൂള് യൂസ് ചെയ്യുന്നതും ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റിന്റെ പാർട്ടാണ്. മെത്തേഡ്സ് ആൻഡ് ട്രെയിൻഡ് പേഴ്സണൽ. അപ്പൊ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ് യൂസ് ചെയ്യണം, ട്രെയിൻഡ് പേഴ്സണൽ യൂസ് ചെയ്യണം. പേഴ്സണൽ എന്ന് പറയുമ്പോൾ ട്രെയിൻഡ് ആളെ വേണം. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഔട്ട്പുട്ട്, ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് വേസ്റ്റ്. അപ്പൊ ഇതെല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസും ട്രെയിൻഡ് പേഴ്സണൽസ് യൂസ് ചെയ്യണ എന്തൊക്കെ ഗുണം, ഇംപ്രൂവ് ക്വാളിറ്റി, ഇൻക്രീസ് ഔട്ട്പുട്ട് ആൻഡ് റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് വേസ്റ്റ്. സിമ്പിൾ അല്ലേ, ഇൻക്രീസ് ചെയ്യല്ലേ, മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് തന്നെ. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പ്രിൻസിപ്പിൾസ് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതണ്ടേ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. സയൻസ് ആണ്, നോട്ട് റൂൾ ഓഫ് തമ്പ്. പിന്നെന്താ, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി വേണം, ഡിസ്കോർഡ് അല്ല. പിന്നെ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. കോപ്പറേഷൻ ആണ് വേണ്ടേ, ഇൻഡിവിജ്വലിസം അല്ല. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. ആ ഒരു വർക്കറിനെ അവരുടെ ഏറ്റവും ഹയസ്റ്റ് എഫിഷ്യൻസിയിലേക്ക് ട്രെയിൻ ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്യലൊക്കെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആക്കി ഇട്ട് നോക്കാം. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്.
According to this principle, there should be scientific study and analysis in order to replace rule of thumb. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ, സയന്റിഫിക് സ്റ്റഡി ആൻഡ് അനാലിസിസ് ആണ് വേണ്ടത് ഇൻ ഓർഡർ ടു റീപ്ലേസ് റൂൾ ഓഫ് തമ്പ്. റൂൾ ഓഫ് തമ്പ് നമ്മൾ പറഞ്ഞ് സയന്റിഫിക് സ്റ്റഡി എന്താണെന്നും പറഞ്ഞു, മനസ്സിലായല്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, സയന്റിഫിക് സ്റ്റഡി വേണം in order to replace rule of thumb. Rule of thumb replace ചെയ്യണം എന്ത്, സയന്റിഫിക് സ്റ്റഡി കൊണ്ട്. Taylor believed that there is only one best way to do this and can be developed by study and analysis. So Taylor, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈലർ പറഞ്ഞത് എന്താ, there is one best way to do it. ഈ ഒരു വർക്ക് ചെയ്യാൻ ഒരു one best way to do it, one best way ഉണ്ട്. ആ ഒരു one best way കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, സയന്റിഫിക് അനാലിസിസ് ആൻഡ് സ്റ്റഡി വഴിയാണ്, മനസ്സിലായോ. സയന്റിഫിക് മെത്തേഡ് ഇൻവോൾവ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ട്രഡീഷണൽ മെത്തേഡ്. അപ്പൊ സയന്റിഫിക് സ്റ്റഡിയിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ട്രഡീഷണൽ മെത്തേഡ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും പിന്നെ പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കുന്നതും ആ പഴയതിലെ കുറച്ച് മെത്തേഡ്സും പുതിയ മെത്തേഡ്സ് എല്ലാം കൂടി യൂണിഫൈ ചെയ്ത് ഒരു പുതിയ ടെക്നിക്ക് അല്ലെങ്കിൽ പുതിയ മെത്തേഡ് കണ്ടുപിടിക്കുന്നതാണ് സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത്. Scientific method involves investigation of traditional method and unifying the best practices and developing a standardized method. അങ്ങനെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് സ്റ്റഡി ചെയ്തും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തും പുതിയ മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തും ഇതിൽ രണ്ടിനെയും ബെസ്റ്റ് മെത്തേഡ്സ് യൂണിഫൈ ചെയ്തും ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഡെവലപ്പ് ചെയ്യലാണ് ഇതിലുള്ളത്. The method developed should substitute rule of thumb. അപ്പൊ ഈ ഡെവലപ്പ് ചെയ്ത മെത്തേഡ് എന്ത്, റൂൾ ഓഫ് തമ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈസി അല്ലേ, സിമ്പിൾ അല്ലേ. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സയൻസ് ആണ് വേണ്ടത്, റൂൾ ഓഫ് തമ്പ് അല്ല. സയൻസ് എന്ന് പറയുമ്പോൾ എന്താ, സയന്റിഫിക് സ്റ്റഡി ഓഫ് വർക്ക് ആണ് വേണ്ടത്. റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫാക്ടർ അനാലിസിസ് സ്വന്തം പേഴ്സണൽ ജഡ്ജ്മെന്റ് യൂസ് ചെയ്യുന്നതാണ്, അത് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം സയന്റിഫിക് അനാലിസിസ് നടത്തേണ്ടത്. സയന്റിഫിക് അനാലിസിസ് എങ്ങനെ, സയന്റിഫിക് അനാലിസിസ് നടത്തുകയാണെങ്കിൽ വൺ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്, ഒരു വർക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ നമുക്ക് കിട്ടും. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ്, സയന്റിഫിക്കിൽ എന്തൊക്കെയാണ്, സയന്റിഫിക് സ്റ്റഡിയിൽ എന്തൊക്കെയുണ്ട്, സയന്റിഫിക് മെത്തേഡിൽ എന്തൊക്കെയുണ്ട്. സയന്റിഫിക് മെത്തേഡിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ട്രഡീഷണൽ മെത്തേഡ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യലും പുതിയ മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതും ഇതിന് രണ്ടിലെയും ബെസ്റ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡ്സ് യൂണിഫൈ ചെയ്ത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡ് ഉണ്ടാക്കുന്നതാണ് മെത്തേഡ്. അപ്പൊ ഇതാണ്, ഇത്രേ ഉള്ളൂ. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സംഭവങ്ങൾ ഓർമ്മ തന്നെ. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വേർഡ്സിൽ സയൻസ് ആണ് വേണ്ടത്, നോട്ട് റൂൾ ഓഫ് തമ്പ്. പിന്നെ നിങ്ങൾക്ക് ബാക്കി ആ പഠിച്ചതൊക്കെയാണ് എഴുതി വെക്കുക. സയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, റൂൾ ഓഫ് തമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞ പോലെ. ഇനി അടുത്തത് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഓക്കെ, ഹാർമണി എന്ന് പറയുമ്പോൾ ദർ ഷുഡ് ബി കംപ്ലീറ്റ് ഹാർമണി. എന്ന് പറഞ്ഞാൽ പീസ് വേണം, അടി ഉണ്ടാവരുത്. നോട്ട് ഡിസ്കോർഡ്, പീസ് വേണം, അടി ഉണ്ടാവരുത്. Under the factory system of production, managers serve as a link between owners and workers. അപ്പോൾ ഫാക്ടറി സിസ്റ്റത്തിൽ മാനേജേഴ്സ് ആണ് മാനേജേഴ്സ് ആണ് ലിങ്ക് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ, ഓണേഴ്സും ഫാക്ടറി വർക്കേഴ്സും. ഓണേഴ്സും ഫാക്ടറി വർക്കേഴ്സും തമ്മിലുള്ള ലിങ്ക് ആരാ, മാനേജേഴ്സ് ആണ്. ആൻഡ് ദേ ഹാവ് ടു ഗെറ്റ് വർക്ക് ഡൺ ഫ്രം ദ വർക്കേഴ്സ്. അവർക്ക് ആരിൽ നിന്ന് വർക്ക് കിട്ടണം, വർക്ക് ചെയ്ത് എടുക്കണം, വർക്കേഴ്സിൽ നിന്നും. വർക്കേഴ്സിനെ കൊണ്ട് അവർ പണിയെടുപ്പിക്കണം. അതാണ് മാനേജേഴ്സ് ചെയ്യേണ്ടത്. ആസ് എ റിസൾട്ട് there always exists a possibility of class conflict. അപ്പൊ അതുകൊണ്ട് എന്താ, എപ്പോഴും ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, മാനേജേഴ്സ് വേഴ്സസ് വർക്കേഴ്സ്. കാരണം മാനേജേഴ്സ് ആണ് ഇവരെ കൊണ്ട് പണി എടുപ്പിക്കുന്നത്, വർക്കേഴ്സ് ആണ് ഈ പണി ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. Taylor recognized that this conflict helped no one and therefore principles of harmony not discord came into existence. അപ്പൊ ടൈലറിന് എന്ത് മനസ്സിലായി, ഇങ്ങനെ അടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോലുള്ള, ആർക്കും ഒരു ഗുണവും ഇല്ല. അങ്ങനെയാണ് ടൈലർ ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയത്. ദർ ഷുഡ് ബി കംപ്ലീറ്റ് ഹാർമണി. മാനേജേഴ്സും വർക്കേഴ്സും തമ്മിലൊക്കെ കംപ്ലീറ്റ് ഹാർമണിയാണ് വേണ്ടത്, അടിയല്ല, ഡിസ്കോർഡ് അല്ല. Taylor recognized that this conflict helped no one and therefore principle of harmony not discord came into existence. According to this principle, there should be complete harmony and proper understanding between workers and management, and they should work together for organizational goals. അങ്ങനെ അവര് ഒരുമിച്ച് ഓർഗനൈസേഷൻ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യണം. To get harmonious relations, Taylor stressed mental revolution, complete change in mental outlook. അപ്പൊ ഈ ഒരു ഹാർമോണിയസ് റിലേഷന് വേണ്ടി ടൈലർ എന്താ പ്രപ്പോസ് ചെയ്തത്, there should be a mental revolution. മെന്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മെന്റൽ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യണം. അവരുടെ കാഴ്ചപ്പാട്, അവരെങ്ങനെയാണോ ഓപ്പോസിറ്റ് ആൾക്കാരെ കാണുന്നത്, ലൈക്ക് മാനേജേഴ്സ് എങ്ങനെ വർക്കേഴ്സിനെ കാണുന്നത്, വർക്കേഴ്സ് എങ്ങനെ മാനേജേഴ്സിനെ കാണുന്നത്, ആ ഒരു ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യണം.
Both should give up the attitude of opposition and enmity should have positive feelings. രണ്ടുപേരും ഒപ്പോസിഷനും enmityയും ദേഷ്യവും പിന്നെ ഓപ്പോസിഷൻ എല്ലാം മാറ്റി എന്താ ആൻഡ് ഷുഡ് ഹാവ് പോസിറ്റീവ് ഫീലിങ്സ്. രണ്ടുപേർക്കും രണ്ട് സൈഡിനും എന്ത് വർക്കേഴ്സിനായിക്കോട്ടെ മാനേജേഴ്സിനായിക്കോട്ടെ പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാവണം. Management and workers should transform their thinking in a situation. Even trade unions will not think of going on strike. ഞാൻ പറഞ്ഞില്ലേ ഈ കുറച്ച് പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം ആദ്യമേ. ആ ഒരു പോയിന്റ്സ് ആണ് ഇവിടെ, ആ ഒരു പോയിന്റ് ആണ് ഇപ്പം പറഞ്ഞേക്കണേ. മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് ഷുഡ് ട്രാൻസ്ഫോം ദെയർ തിങ്കിങ്. അവരുടെ തിങ്കിങ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ദർ ഇസ് നോ നീഡ് ഓഫ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻസ് പോലും വേണ്ട. അതുകൊണ്ട് ലൈക്ക് കംപ്ലീറ്റ് ഹാർമണിയാണ്, കംപ്ലീറ്റ് പീസ് ആണ്. അപ്പൊ പിന്നെ ഇവിടെ ഒരു അടിയില്ല. ഇവിടെ അടി ഉണ്ടായാലാണല്ലോ ട്രേഡ് യൂണിയൻ ഇടപെടുന്നതും അവരുടെ വോയിസ് റേസ് ചെയ്യുന്നതല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇൻ എ സിറ്റുവേഷൻ ഈവൻ ട്രേഡ് യൂണിയൻസ് വിൽ നോട്ട് തിങ്ക് ഓഫ് ഗോയിങ് ഓൺ സ്ട്രൈക്ക്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഷുഡ് ട്രാൻസ്ഫോം ദിയർ തിങ്കിങ്. അവർക്ക് രണ്ടുപേർക്കും പോസിറ്റീവ് ഫീലിങ്സ് ആണെങ്കിൽ, ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു അടി ഉണ്ടാവില്ല. അപ്പൊ ട്രേഡ് യൂണിയൻസ് പോലും വേണ്ട. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. അടുത്താണ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് സംഭവം, എന്താണ് ഇവിടെ മീൻ ചെയ്യണം. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. കോപ്പറേഷൻ എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്യണം. ഇനി ഇൻഡിവിജ്വലിസം എന്ന് വെച്ചാൽ എന്താ? എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കരുത്, അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനെ. നോട്ട് ഇൻഡിവിജ്വലിസം. ഇൻഡിവിജ്വലിസം പാടില്ല. According to this principle, there should be cooperation between management and workers instead of individualism. മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ കോപ്പറേഷൻ ആണ് വേണ്ടത് ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച്, ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിവിജ്വൽസം. ഇൻഡിവിജ്വൽസ് അല്ല, കോപ്പറേഷൻ ആണ് വേണ്ടത്. ആർക്ക് തമ്മിൽ? മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. ഇറ്റ് ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, ഇത് തന്നെയല്ലേ നേരത്തെ പഠിച്ചത്. അവർ തമ്മിൽ ഒരു പീസ്ഫുൾ റിലേഷൻ, ഒരു ഹാർമോണിയസ് റിലേഷൻ വേണം. അത് തന്നെയല്ലേ ഇവിടെ കോപ്പറേഷൻ. ഹാർമോണിയസ് എന്ന് പറയുമ്പോൾ കോപ്പറേഷൻ, രണ്ടുപേരുടെയും മര്യാദക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് വേണം. ഇവിടെ എന്താ കോപ്പറേഷൻ? സെയിം അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറയണേ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹാർമോണി. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി നോട്ട് ഡിസ്കോർഡിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ ഒരു പ്രിൻസിപ്പിൾ. കോമ്പറ്റീഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ കോപ്പറേഷൻ. അപ്പൊ കോമ്പറ്റീഷൻ എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്? കോപ്പറേഷൻ. ഈ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള കോമ്പറ്റീഷൻ കോപ്പറേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഫോർ ദിസ് മാനേജ്മെന്റ് ഷുഡ് എൻകറേജ് സജഷൻ ഫ്രം എംപ്ലോയീസ് ത്രൂ റിവാർഡ്സ്. അപ്പൊ ഇതിനു വേണ്ടി മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത്? വർക്കേഴ്സിനെയും ഡിസിഷൻ മേക്കിങ്ങിലും അവരുടെ ഒപ്പീനിയൻ എല്ലാം കൺസിഡർ ചെയ്യണം. വർക്കേഴ്സിനെയും അവരെ ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് എൻകറേജ് ചെയ്യണം. അതിന് ഇവർക്ക് ഒരു റിവാർഡൊക്കെ കൊടുക്കണം. മാനേജ്മെന്റ് ഷുഡ് കൺസിഡർ വർക്കേഴ്സ് ബിഫോർ ടേക്കിംഗ് എനി ഡിസിഷൻ. ഇപ്പൊ പറഞ്ഞ പോലെ എന്ത് ഡിസിഷൻ എടുക്കണേക്ക് മുമ്പും വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യണം. വർക്കേഴ്സ് ഷുഡ് അവോയ്ഡ് സ്ട്രൈക്ക്. അതുപോലെ മാനേജ്മെന്റ് ചെയ്യണ പോലെ തന്നെ വർക്കേഴ്സിന് എന്താ ചെയ്യണ്ടേ? അവരും സ്ട്രൈക്സ് എല്ലാം അവോയ്ഡ് ചെയ്യണം. മാനേജ്മെന്റ് മസ്റ്റ് ഇൻസിസ്റ്റ് ഓൺ പെറ്റേണിസ്റ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. പെറ്റേണിസ്റ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയേഴ്സ് ടേക്ക് കെയർ ഓഫ് ദി നീഡ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയി ചെയ്യണവര് എംപ്ലോയീസ് വർക്ക് ചെയ്യണവരുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യും. അതാണ് പെറ്റേണിസ്റ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. സിമ്പിൾ അല്ലേ? അദ്ദേഹം പറഞ്ഞു ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്വന്തം എഴുതാൻ പറ്റും, പക്ഷെ സ്വന്തം എഴുതാൻ പാടില്ല. മീൻസ് ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ, ഇതൊക്കെ ബൈഹാർട്ട് ചെയ്തുകൂടി. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യലല്ല, ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ എഴുതേണ്ടത് കിട്ടൂലേ. അപ്പൊ ഈ ഒരു പാറ്റേണിലങ്ങ് എഴുതിയ ഫുൾ മാർക്ക്. അടുത്താണ് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഈ ഒരു പ്രിൻസിപ്പിളിന്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് ആൻസർ ഫുള്ള് ഡിറൈവ് ചെയ്യാൻ പറ്റും. ലൈക്ക് എല്ലാത്തിൻ്റെയും പറ്റും, എന്നാലും ഇത് കുറച്ചുകൂടി ഒരു ഈസിയാണ്. ഇതാണ് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഓർ ഹർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. സോ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് കാര്യം പറയാം. ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ഓൺ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. അപ്പൊ ഇൻഡസ്ട്രീസിന്റെ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയും? എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. വർക്ക് ചെയ്യേണ്ടവരുടെ എഫിഷ്യൻസിയിലാണ് ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. According to this principle, management should aim to develop workers to their greatest efficiency. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ according to this principle, ഈ ഒരു പ്രിൻസിപ്പിളിനനുസരിച്ച് മാനേജ്മെന്റ് ഷുഡ് എയിം ടു ഡെവലപ്പ്. മാനേജ്മെന്റിന്റെ മെയിൻ എയിം എന്തായിരിക്കണം? ടു ഡെവലപ്പ് വർക്കേഴ്സ് ടു ദെയർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. വർക്കേഴ്സിനെ അവരുടെ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസിയിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നതായിരിക്കണം. കൺസേൺ ഫോർ എഫിഷ്യൻസി. അപ്പൊ ഈ എഫിഷ്യൻസി വേണമെന്നുള്ളൊരു കൺസേൺ ഷുഡ് സ്റ്റാർട്ട് ഫ്രം സെലക്ഷൻ പ്രോസസ്സ്. ഇവരെ ഈ വർക്കേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ ഒരു കൺസേൺ ഫോർ എഫിഷ്യൻസി വേണം.
ബൈ ഫോളോയിങ് സയന്റിഫിക് സെലക്ഷൻ സിസ്റ്റം. അപ്പൊ ഈ സെലക്ഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ എങ്ങനെയാണ് ഈ എഫിഷ്യൻസി കൂട്ടണത് പറഞ്ഞാൽ ബൈ ഫോളോയിങ് സയന്റിഫിക് സെലക്ഷൻ സിസ്റ്റം. അപ്പൊ ഇതെന്താ സംഭവം? സയന്റിഫിക് സെലക്ഷൻ സിസ്റ്റം എന്താ? അത് നമുക്ക് ഇനി വരുന്ന ചാപ്റ്റർ സ്റ്റാഫിംഗിൽ ചെറുതായിട്ട് പറയാനുണ്ട്. ലൈക്ക് കുറെ ടെസ്റ്റ് ഒക്കെ നടത്തി, കുറെ ഇന്റർവ്യൂ ഒക്കെ നടത്തി, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സയന്റിഫിക് സെലക്ഷൻ സിസ്റ്റം ഫോളോ ചെയ്യണം. സെലക്ടഡ് വർക്കേഴ്സ് ഷുഡ് ബി അസൈൻഡ് വിത്ത് ദ ജോബ് ആസ് പെർ. പിന്നെ ഈ സെലക്ട് ചെയ്ത വർക്കേഴ്സിന് അവരുടെ കേപ്പബിലിറ്റി അനുസരിച്ചായിരിക്കണം ജോബ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഒരു ടീച്ചറെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് എഞ്ചിനീയറുടെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ നടക്കുമോ? അപ്പൊ ഈ സെലക്ടഡ് വർക്കേഴ്സ് ഷുഡ് ബി അസൈൻഡ് വിത്ത് ദ ജോബ് ആസ് പെർ ദിയർ കേപ്പബിലിറ്റീസ്. ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് ടു അച്ചീവ് മാക്സിമം പൊട്ടൻഷ്യൽ ദേ ഷുഡ് പ്രൊവൈഡ് സയന്റിഫിക് ട്രെയിനിങ്. അപ്പൊ ഇവരുടെ മാക്സിമം പൊട്ടൻഷ്യലും മാക്സിമം എഫിഷ്യൻസിയും എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് സയന്റിഫിക് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. ദിസ് വിൽ എൻഷുർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. അപ്പൊ ദിസ് വിൽ എൻഷുർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. സിമ്പിൾ അല്ലേ ഇതൊക്കെ? ഇനി ഈ മെയിൻ ഹെഡിങ് എങ്ങനെ ഡിറൈവ് ചെയ്യണേ നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ടു ഹിസ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. ഇതിൽ ആദ്യം തന്നെ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, എല്ലാത്തിലും പറയേണ്ടത് ആദ്യം തന്നെ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് according to this principle, management should aim to develop workers. അതന്നെയല്ലേ development of each and every person to his greater. Management should aim to develop workers to the greatest efficiency. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഇനി അടുത്തതാണ് എന്ത്? കൺസേൺ ഫോർ എഫിഷ്യൻസി ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ സെലക്ഷൻ പ്രോസസ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അടുത്ത് കണക്ട് ചെയ്യാം. ഇവിടെ നോക്കി, ഈ ഒരു എഫിഷ്യൻസി, ഇവിടെ ഉള്ള എഫിഷ്യൻസി അല്ലെങ്കിൽ ഈ ഒരു എഫിഷ്യൻസി, ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ തന്നെ ഉള്ള എഫിഷ്യൻസിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അടുത്ത് കണക്ട് ചെയ്യാം. എന്ത്? ഈ എഫിഷ്യൻസിക്കുള്ള കൺസേൺ സെലക്ഷൻ പ്രോസസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, സയന്റിഫിക് സെലക്ഷൻ ഫോം ചെയ്യാം, അതൊക്കെ തന്നെ സിമ്പിൾ അല്ലേ? അതാണ് ഈ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ഈസിയാ. ഭയങ്കര ഈസി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാണ്ട് സെക്കൻഡ് പ്രിൻസിപ്പിളിലേക്ക് പോയാൽ പിന്നെ നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിളും പഠിക്കൂല, സെക്കൻഡ് പ്രിൻസിപ്പിളും പഠിക്കൂല. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പഠിച്ച് ക്ലിയർ ആക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിലേക്ക് എന്ത് സംഭവം ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടാണ് നിങ്ങൾക്ക്, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. അടുത്ത പ്രിൻസിപ്പിൾ ഇതേപോലെ സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രിൻസിപ്പിൾ ഇതേപോലെ ചലഞ്ചിങ് ആയിരിക്കും. പക്ഷെ സിമ്പിൾ ആണ്, കിട്ടിയാൽ പിന്നെ മറക്കൂല. ആ ഒരു മൈൻഡ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാം ഈസിയാവും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് തീർന്നിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? എങ്ങനെയുണ്ട്? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ആൻഡ് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിലും കമന്റ് ചെയ്യും.